ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്നൊരു സിനിമ കണ്ടു, ഖലീഫ. അതായത് പൃഥ്വിരാജ് നായകനായ, വൈശാഖ് ഡയറക്റ്റ് ചെയ്ത സിനിമ. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. അത് തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ അങ്ങേയറ്റം എന്ന് പറയില്ലേ, അതാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. പടത്തിൻ്റെ തുടക്കത്തിലൊക്കെ കാട്ടുന്നത് പറഞ്ഞാൽ അയൺ സിനിമയായിട്ട് എനിക്കൊരു താരതമ്യം പോലെ, അതായത് എയർപോർട്ടിൽ മറ്റേ കള്ളക്കടത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ശരിക്കും തോന്നി. എനിക്ക് അയൺ സിനിമയായിട്ടൊരു താരതമ്യം പോലെ വന്നു. പക്ഷേ അയൺ സിനിമ വേറെ രീതിയിലുള്ളത്, പക്ഷെ ഇത് അങ്ങനത്തെ രീതിയിലല്ല. ഇത് സ്വർണ്ണക്കടത്തും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ കൂടുതലും പറയുന്നത്. കൂടുതലല്ലേ, പടം മൊത്തം അതാണ് സ്വർണ്ണക്കടത്ത്, ആ ഒരു ബിസിനസ് ചെയ്തിരുന്ന സംഭവം. ഇപ്പം പുഷ്പയിലെ ചന്ദനക്കടത്ത് പോലെയാണ് ഇതിൽ സ്വർണ്ണക്കടത്ത്, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസ് ഒക്കെ നല്ല രസമായിട്ട്, അതായത് ഒരു പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നല്ല രസം. പിന്നെ പൃഥ്വിരാജിൻ്റെ ഫാദറായിട്ട്, അയ്യോ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, അലൻ ഉണ്ടോ, പേര് ഞാൻ മറന്നുപോയി. പുള്ളിക്കാരൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പക്ഷേ ഏത് ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പേര് കേട്ടല്ല, മറ്റേ പേര് പറയുകയാണെങ്കിൽ എനിക്ക് പേരൊക്കെ പെട്ടെന്നിട്ടല്ല, രഞ്ജി പണിക്കർ. അതായത് പൃഥ്വിരാജിൻ്റെ ഫാദറായിട്ട് അതിലഭിനയിക്കുന്നത് രഞ്ജി പണിക്കറാണ്. രഞ്ജി പണിക്കറൊക്കെ നല്ല രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ ഞാൻ പറയാനുള്ള, അതായത് പടം തിയേറ്ററിൽ കാണേണ്ടവർക്ക് അത് എന്തായാലും നിരാശപ്പെടുത്തില്ല പടം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മ്യൂസിക് ചെയ്തത്, അത് BGM ഒക്കെ ചെയ്തിട്ടൊന്നുമില്ല. ജെയ്ക്സ് ബിജോയ് പുള്ളിക്കാരൻ, എന്താ സംഭവം എന്നറിയോ, അത് തിയേറ്റർ മൊത്തം കിടന്ന് കുലുങ്ങായിരുന്നു. കാരണം അമ്മാതിരി ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇതിൽ പൃഥ്വിരാജ്, അതായത് രണ്ടാമത്തെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു ദുബായിലൊക്കെ പോകുമ്പോൾ അവിടെ സ്മഗിലൊക്കെ ചെയ്യുമ്പോൾ എന്താ ഈ ശരിക്കും അവിടുത്തെ ഈ അറബിയിൽ BGM ആയിരിക്കും പറ്റില്ല, അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ക്യാമിയോസ് കുറേ ഉണ്ട്, ഒരു 3-4 ക്യാമിയോസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയല്ല, പക്ഷെ അത് പറയാണ്ടിരുന്നാൽ ശരിയാവില്ല. കാരണം അപ്പോൾ പിന്നെ അതൊക്കെ എന്തായാലും നിൽക്കട്ടെ. പിന്നെ ഈ പടത്തിൽ 2-3 നല്ല പാട്ടുകൾ, കിട്ടില്ല പാട്ടുകൾ. അതായത് ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിലെ പാട്ടുകൾ കുറവാണ്. അത് എനിക്ക് ഈ പടത്തിൽ എനിക്ക് ശരിക്കും കിട്ടിയത് നല്ല പാട്ടുകൾ, 2-3 പാട്ടുകളുണ്ട്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലെവല് സാധനം. പിന്നെ അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ല, ഫൈറ്റൊക്കെ ചെയ്യുന്നത് കുറച്ച് നമുക്ക് കൂടുതലായി പോയോ എന്ന് തോന്നുന്നു. കാരണം ഇതിലൊരു ജയിലിലൊരു സീനൊക്കെ ഉണ്ട്, അതിൽ ഒരു 10-30 വില്ലന്മാരുണ്ട്, അവരൊക്കെ ഇതിനെ അടിച്ച് കൊല്ലണ സീനൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണണ്ട, അത് നമുക്കൊരു രോമാഞ്ചം കിട്ടുമെന്ന് പറയില്ലേ, അതൊക്കെ കാണുമ്പോൾ എനിക്കത് ശരിക്കും അത് ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഈ പടത്തിൽ എല്ലാവരും പറയണ പോലെ തന്നെ, അത് തുടക്കം തന്നെ സിനിമക്കാർ പറഞ്ഞിട്ടില്ല. അതായത് മോഹൻലാലിൻ്റെ ഇതിൽ ക്യാമിയോ ഉണ്ടെന്ന്, മോഹൻലാലിൻ്റെ ക്യാമിയോ ഉണ്ട്. അതായത് ലാസ്റ്റാണ് കാട്ടണേ, ഒരു ടൈലൻറ്റ് പോലെയാണ് മോഹൻലാലിൻ്റെ ക്യാമിയോ. പിന്നെ കൂടെ 3-4 പേരും മറ്റുണ്ട്, അത് ഞാനിപ്പോൾ പറയല്ല. കാരണം കുറച്ച് അത് ഇപ്പോൾ ഞാൻ പറയല്ല. കാരണം തിയേറ്ററിലെ എക്സ്പീരിയൻസ്, പലരും പറയും സ്പോയിലറാണെന്ന് പറയും. പക്ഷെ നമുക്ക് ഒരു പടം കണ്ടതിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ അതൊക്കെ പറഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഫീൽ കിട്ടുള്ളൂ. പിന്നെ ഇതിൽ പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ ഒരു മറ്റേ സഞ്ജു ശിവറാം എന്ന് പറഞ്ഞാൽ, അത് ആങ്കറൊക്കെ ആയിട്ട് വന്നിക്കണ ഒരു പുള്ളിയുണ്ട്, മറ്റേ കുട്ടനാടൻ ബ്ലോഗിലൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പടമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറഞ്ഞ് തീർക്കാൻ പറ്റണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അമ്മാതിരി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഫൈറ്റ് ആയാലും മ്യൂസിക് ആയാലും BGM ആയാലും കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡില്. വേറെ ഇതിൽ കൂടുതലൊന്നും പറയില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഞാൻ പറയാൻ പോണ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പോയിലർ ഉണ്ടാവും. കാരണം എനിക്കത് പടത്തിൽ മോശമായിട്ട് തോന്നി. മോശമായിട്ടെന്നല്ല, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി, അതായത് മോഹൻലാലിനെ വെച്ച് ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അതിലേക്കൊക്കെ ഉള്ളൊരു ടൈലൻറ്റ് പോലെ ഈ പടത്തിൽ കാട്ടുന്നത്. പക്ഷെ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇങ്ങനെ എന്തായാലും സിനിമയിലൊക്കെ മറ്റേ കള്ളുപിടിക്കുന്ന സീനൊക്കെ വരുമ്പോൾ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാട്ടിയിട്ടല്ലേ പറയണേ. അതുകൊണ്ട് ഞാനിതിൽ എഴുതി കാട്ടുന്നില്ല, സ്പോയിലർ ഉണ്ടാവും. ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങളൊക്കെ സ്പോയിലറാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യും. പടം കാണാത്തവർ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് കഴിഞ്ഞ്, അതായത് പൃഥ്വിരാജിൻ്റെ ഒക്കെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്
ഒരു ടൈലൻഡ് പോലെയാണ് മോഹൻലാലിൻ്റെ സീൻ കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പേരമകനാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ചെറുപ്പം തുടങ്ങി മോഹൻലാലിനെ കാണാനില്ല. അതായത് മറ്റേ രഞ്ജി പണിക്കറിൻ്റെ 14-ാം വയസ്സിൽ അപ്പനെ വിട്ടുപിരിഞ്ഞു എന്നൊക്കെ പടത്തിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്പോയിലർ ഉണ്ട് അവിടെ. ഇതൊക്കെ ഞാൻ ഇനി വ്യക്തമായിട്ടേ പറയാൻ പോകുള്ളൂ. കാരണം ഇതിൻ്റെ പേരിൽ എന്തിട്ട് എന്തിനും പറഞ്ഞെങ്കിൽ വരട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് കിട്ടിക്കണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കതിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അതാണ് ഞാൻ പറയാൻ പോണത്. അതിൽ പുള്ളി രഞ്ജി പണിക്കർ ഇങ്ങനെ ചെറുപ്പത്തിലെ കാണാണ്ടാവും. അല്ല, രഞ്ജി പണിക്കറിൻ്റെ ചെറുപ്പത്തിലെ മോഹൻലാൽ മരിച്ചു എന്നൊക്കെ പറയും. പക്ഷേ അത് കഴിഞ്ഞ് പൃഥ്വിരാജ് വയസ്സായി, പൃഥ്വിരാജിൻ്റെ ഒരു കൊച്ച് ജനിച്ചു കഴിഞ്ഞ് ഒരു 10-40 ഒരു 35 വയസ്സ് കൂട്ടാം. ഈ 35 കൊല്ലം, 35 പിന്നെ രഞ്ജി പണിക്കറിൻ്റെ 14-ാം വയസ്സ്, അപ്പോൾ ഒരു 20-ാം വയസ്സിൽ ഒരു 25-ാം വയസ്സിൽ അങ്ങനെ ഒരു 40 കൊല്ലം മോഹൻലാൽ ഒരു സ്ഥലത്തായിരിക്കും. അതായത് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത്. വേണമെങ്കിൽ അത് അല്ല, അത് ഞാൻ എന്തായാലും സ്പോയിലർ പറയുമെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ പറയും. അതായത് ഒരു സ്ഥലത്ത് ഒരു ജയിലിലാണ് പുള്ളി. അപ്പം അവിടുന്ന് ജയിലിൽ നിന്ന് വിട്ടയച്ചു എന്ന് പറഞ്ഞ് ഏതോ ഒരു കാറിലൊക്കെ ഇരുന്ന് ആരാണ്ട് കേൾക്കും, റേഡിയോയിൽ കേൾക്കും. അങ്ങനെയാണ് മോഹൻലാലിനെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത് കാര്യത്തിലാണ് അത്രയും നാൾ ഒരാൾ ഒരു രാജ്യത്ത് ജയിലിലുണ്ടാവും, ഒരു അറിവും ഉണ്ടാവില്ലേ? എനിക്ക് തോന്നല്ല. അതായത് വീട്ടുകാരായിട്ട് ഒരു കോണ്ടാക്റ്റാ, പക്ഷെ എല്ലാ കാര്യങ്ങളും മോഹൻലാൽ അറിയുന്നുണ്ട്. അതായത് മോഹൻലാലിൻ്റെ മോൻ മരിച്ചു എന്നും എല്ലാ കാര്യങ്ങളും മോഹൻലാൽ അറിയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ മോഹൻലാലിൻ്റെ ചെറുപ്പകാലത്തെ ഒരു സ്മഗ്ലർ ഫോട്ടോ ഒക്കെ കാട്ടുന്നുണ്ട്. അതായത് മറ്റേ 20-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലൊക്കെ ഒരു ഇത് കാട്ടുന്നുണ്ട്. അപ്പം ഇനി ഞാൻ കൂടുതലൊന്നും പറയില്ല, കാരണം എനിക്കതിന് മനസ്സിലാവാത്ത കാര്യം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് 2 ക്യാമിയോസ് വേറെ വരുന്നുണ്ട്. ക്യാമിയോസിൻ്റെ ഐര് കളി എന്ന് പറയില്ലേ, അത് തന്നെയാണ് എനിക്ക് ഈ പടത്തിൽ കണ്ടത്. അത് 3-4 ക്യാമിയോസ് ഉണ്ട്. അവരൊക്കെ എന്ത് കാര്യത്തിനാണ് വന്നേ, അതായത് എങ്ങനെ വന്നതൊക്കെ ഇനിയിപ്പോൾ അടുത്ത പാട്ടിൽ കാണാം. ചിലപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ബിൽഡപ്പ് ആയിരിക്കുള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് ഒരു എന്താ പറയുക, ഇത്രയ്ക്കുള്ള ഈ സാധനത്തിൽ എനിക്ക് പറയാം. അതായത് ഇത് സ്പോയിലർ ആണെങ്കിൽ സ്പോയിലർ എന്ന് നിങ്ങൾ വിചാരിച്ചോ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പകുതിക്ക് കാട്ടുകളയാം. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. BGM ഒക്കെ അങ്ങേയറ്റം BGM വന്നിട്ടുണ്ട്. എന്തായാലും കാണേണ്ടവർക്ക് കാണാം, നിരാശപ്പെടുത്തൂല പടം. അത്രയും പറയാനുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയാനുള്ള. ഇത്രയും പറഞ്ഞ പോലെ ഒന്ന്